Say true or false and justify your answer. First question, 10 into 10 raised to 11 is equal to 100 raised to 11. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യന് ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയണം. നമ്മുടെ ആൻസർ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ LHS ചെയ്ത് നോക്കണം. അപ്പോൾ കിട്ടുന്ന ആൻസറും ഈ RHS ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറും സെയിം ആണോ എന്ന് നമ്മൾ നോക്കണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാം അല്ലേ? അപ്പം നമ്മൾ ആദ്യം ചെയ്ത് നോക്കണം. ഓക്കെ, 10 ഇൻറ്റു 10 റേസ് ടു 11. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10നെ എങ്ങനെ എഴുതാം? 10 റേസ് ടു 1 എന്ന് എഴുതാം അല്ലേ? 10 റേസ് ടു 1 ഇൻറ്റു 10 റേസ് ടു 11. ഇതിപ്പോൾ ഏത് ഫോമിലായി? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഫോമിലായി അല്ലേ? എന്ത് വരും? 10 റേസ് ടു 1 പ്ലസ് 11 is equal to 10 raised to 12. അപ്പോൾ നമുക്ക് 10 ഇൻറ്റു 10 റേസ് ടു 11 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 10 റേസ് ടു 12 എന്ന് കിട്ടി. ഇനി നമുക്ക് 100 റേസ് ടു 11 ചെയ്ത് നോക്കണം. 100 റേസ് ടു 11നെ നമുക്ക് എങ്ങനെ എഴുതാം? 100നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 10 ഈസ് 100 അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 10 ദ ഹോൾ റേസ് ടു 11. 10 ഇൻറ്റു 10 എന്താണ്? 10 റേസ് ടു 2 the whole raised to 11. ഇതിപ്പോൾ ഏത് ഫോമിലായി? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഫോമില അല്ലേ? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 10 റേസ് ടു 2 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 10 റേസ് ടു 22. നോക്കിയേ, നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? 10 ഇൻറ്റു 10 റേസ് ടു 11 നോട്ട് ഈക്വൽ ടു 100 റേസ് ടു 11 നമുക്ക് കിട്ടിയല്ലേ? രണ്ടും ഈക്വൽ ആണോ കിട്ടിയത്? അല്ല, ഒന്ന് 10 റേസ് ടു 12ഉം ഒന്ന് 10 റേസ് ടു 22ഉമാണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore 10 ഇൻറ്റു 10 റേസ് ടു 11 ഈസ് ഈക്വൽ ടു 100 റേസ് ടു 11 ഈസ് false. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 റേസ് ടു 3 ഗ്രേറ്റർ ദാൻ 5 റേസ് ടു 2. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 2 റേസ് ടു 3 എന്താണെന്ന് ചെയ്ത് നോക്കാമേ. 2 റേസ് ടു 3 എന്താണ്? 2വിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വരും? 2 2s are 4, 4 2s are 8. നെക്സ്റ്റ് 5 റേസ് ടു 2. 5 റേസ് ടു 2 ഈസ് 5 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 25. അപ്പോൾ 8 ഗ്രേറ്റർ ദാൻ 25 ആണോ? അല്ല അല്ലേ? 25 ഈസ് ഗ്രേറ്റർ. സോ 8 നോട്ട് ഗ്രേറ്റർ ദാൻ 25. therefore 2 റേസ് ടു 3 ഗ്രേറ്റർ ദാൻ 5 റേസ് ടു 2 ഈസ് false. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 ഈസ് ഈക്വൽ ടു 6 റേസ് ടു 5. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. അപ്പം ആദ്യം നമുക്ക് 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 ചെയ്ത് നോക്കാമേ. നോക്കിയേ, 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 2 എന്ത് വരും? 2 റേസ് ടു 3 എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു ഇതെന്ത് വരും? 8. 8 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 72. ഇനി നമുക്ക് 6 റേസ് ടു 5 ചെയ്ത് നോക്കാം. 6നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഈസ് ഈക്വൽ ടു 6 6 are 36. 36 ഇൻറ്റു 6 216. Again 6. 6 6 are 36. 6 plus 3 9. 6 2s are 12. Again 6. 6 6 are 36. 9 into 6, 54 plus 3, 57. 6 2s are 12 plus 5, 17. 6 plus 1, 7. എന്ത് വന്നു? 7776 എന്ന് വന്നല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 72 നോട്ട് ഈക്വൽ ടു 7776. 7776. therefore 2 raised to 3 into
3 raised to 2 is equal to 6 raised to 5 is false. Next question, 3 raised to 0 is equal to 1000 raised to 0. 3 raised to 0 എന്താണ്? 1 ആണല്ലേ. 1000 raised to 0 എന്താണ്? അതും 1 ആണ്. Therefore, 3 raised to 0 is equal to 1000 raised to 0 is true. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 3 കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.